രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാൽ സുമിത്രാസുത ശത്രുഘ്നോർഭരതശ്ച പാർശ്വദളയോർ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ. മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം. വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം. ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം. മനുഷ്യപത്മേഷു രവിസ്വരൂപം നമൗമി തുഞ്ചത്തെഴുമാര്യപാദം. വാഗർത്താവിവ സംപൃക്തൗ വാഗർത്തപ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഭക്തജനങ്ങളെ, പുണ്യപ്രദമായിട്ടുള്ള ഈ കർക്കിടക മാസത്തിൽ ദേവിയുടെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് രാമകഥ പറയാനും കേൾക്കാനും നമുക്ക് സാധിക്കുന്നത് നമ്മുടെയൊക്കെ പൂർവജന്മ സുഹൃതം കൊണ്ടും ഭാഗ്യം കൊണ്ടുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്നലെ രാമായണത്തിൻ്റെ മാഹാത്മ്യം, അതേപോലെ തന്നെ കർക്കിടക മാസത്തിൻ്റെ സവിശേഷത, വാൽമീകി മഹർഷി പിടിച്ചുപറിക്കാരനായിട്ടുള്ള രത്നാകരൻ ഋഷിമാരുടെ ഉപദേശപ്രകാരം രാമമന്ത്രം ജപിച്ച് വാൽമീകിയായി തീർന്നിട്ടുള്ള കഥ, ആ വാൽമീകി ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം രാമായണം എഴുതിയത്, ആ വാൽമീകി രാമായണത്തിൻ്റെ മഹിമ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ആ വിവരണങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ സംഗ്രഹമാണ് അധ്യാത്മരാമായണം. ആ അധ്യാത്മരാമായണത്തിൻ്റെ ആ മഹത്വവും പുരാരിഗിരി സംഭൂത ശ്രീരാമാർണവസംഗത അധ്യാത്മരാമഗംഗേയം പുനാദിഭുവനത്രയം. ശ്രീപരമേശ്വരനാകുന്ന ഹിമാലയ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് ശ്രീരാമനാകുന്ന സമുദ്രത്തിൽ ചേർന്ന് ലയിക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി 3 ലോകത്തെയും പരിശുദ്ധമാക്കുന്നു. അതായത് നമ്മുടെ മനസ്സ്, ശരീരം, ഇന്ദ്രിയങ്ങൾ, ബുദ്ധിയെ ഒക്കെ തന്നെ ശുദ്ധമാക്കി തീർക്കുന്നു. അപ്പോൾ അതിൻ്റെ മഹിമ ശ്രീനാരദ മഹർഷിയും ബ്രഹ്മദേവനും തമ്മിലുള്ള സംവാദത്തിൽ കൂടി നമ്മൾ അനുസ്മരിച്ചു. പിന്നീട് ആ അധ്യാത്മരാമായണത്തെയാണ് പരമഭാഗവതനായ തുഞ്ചത്തെഴുത്തച്ഛൻ ഇവിടെ കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്. ആ കിളിപ്പാട്ടിൻ്റെ സാമാന്യമായിട്ടുള്ള മഹിമയും അനുസ്മരിച്ചു കഴിഞ്ഞു. ഇനി ആ
ഉമാമഹേശ്വര സംവാദത്തിലേക്ക് മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്നതാണല്ലോ ഈ അധ്യാത്മരാമായണം. ആ മഹാദേവൻ പാർവതീദേവിക്ക് ആ ഭഗവാന്റെ പരമമായിട്ടുള്ള തത്വത്തെ, രാമഹൃദയം എന്ന ഭാഗത്തെ ഹനുമാനും സീതയും അതേപോലെ തന്നെ ശ്രീരാമനും കൂടിയുള്ള സംവാദത്തിൽ കൂടെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് രാമായണത്തിൻ്റെ മാഹാത്മ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ, അത് വിസ്തരിച്ച് തന്നെ പറഞ്ഞു തരണം എന്ന് പാർവതീദേവിയുടെ അപേക്ഷപ്രകാരം മഹാദേവൻ അതിനെ വിസ്തരിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. അത് നമ്മൾ തുടങ്ങി വെച്ചു. ആ രാവണാദികളായിട്ടുള്ള രാക്ഷസന്മാരുടെ ഉപദ്രവം, അവർ തപസ് ചെയ്യുന്നത്, വരപ്രാപ്തി നേടിയത്, എന്നിട്ട് മണ്ഡോദരി വിവാഹം കഴിച്ച് രാവണന് മേഘനാഥൻ എന്ന പുത്രനുണ്ടായത്, ആ പുത്രനാണ് ഇന്ദ്രജിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതും, അവരച്ഛനും മകനും രാക്ഷസന്മാരും കൂടി ലോകത്തെ മുഴുവൻ തന്നെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്യാചാരങ്ങൾ, ദുരാചാരങ്ങൾ, ആകെ യാഗം മുടക്കണോ, തപസ് മുടക്കണോ, ഋഷിമാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ക്ഷേത്രങ്ങൾ നശിപ്പിക്കണോ. രാവണൻ എന്ന് കേട്ടാൽ ദേവകളൊക്കെ പേടിച്ച് ഭയപ്പെടുന്ന സമയമാണ്. സൂര്യൻ ഉദിക്കണമെങ്കിൽ, അതേപോലെ തന്നെ അഗ്നിക്ക് ജ്വലിക്കണമെങ്കിൽ, വായുവിനെ വീശണമെങ്കിൽ ഒക്കെ ആരുടെ സമ്മതം വേണം? രാവണൻ്റെ സമ്മതം വേണം. അവരെല്ലാവരും കൂടി ചെന്ന് ആ ഭൂമിദേവി ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുടെ ഉപദ്രവം കൊണ്ട് സഹിക്കാൻ വയ്യാതെയാവണോ. എന്നിട്ട് അവരെന്താ ചെയ്യണത്? ഗൗരൂപം ധരിച്ച് ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറയണു. എന്തു ഭാരം വേണമെങ്കിൽ ഞാൻ താങ്ങാം, എനിക്കിതാ ഈ ശിവശിവ ദുർജനഭാരമേവ ഭാരം എന്നുള്ള തൻ്റെ വിഷമത്തെക്കുറിച്ച് അറിയിക്കണു. എങ്ങനെയെങ്കിലും രാവണാദികളായ ദുഷ്ടന്മാരുടെ ഭാരം ഇല്ലാതാക്കണമേ എന്ന് പ്രാർത്ഥിക്കണു. ബ്രഹ്മദേവന് അതിന് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചില്ല. ബ്രഹ്മദേവൻ യാമപൃഥിവ്യാസഹ യത്ര തത്ര നാരായണോ ദാനവകാളരാത്രി. അസുരന്മാർക്ക്, രാക്ഷസന്മാർക്ക് എന്നും തന്നെ പേടിസ്വപ്നമായിട്ടുള്ളത്, കാളരാത്രിയായിട്ട് ഉള്ളത് ഭഗവാൻ നാരായണനാണ്. നമുക്ക് ആ നാരായണനെ വൈകുണ്ഠത്തിൽ ചെന്ന് അഭയം പ്രാപിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പാലാഴി തീരത്തേക്ക് വരുന്നു. ആ ഭഗവാനെ കുറിച്ച് പുരുഷസൂക്തം മുതലായിട്ടുള്ള സൂക്തങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ഭഗവാനെ സന്തോഷിക്കുന്നു. ഭഗവാൻ ബ്രഹ്മദേവന് ദർശനം കൊടുക്കുന്നു. ആ കണ്ടിട്ടുള്ള ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള സ്തുതി ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ സ്തുതി മുതൽക്കുള്ള ഭാഗങ്ങളാണ് നമുക്കിവിടെ ഇപ്പോൾ ഇന്ന് അനുസ്മരിക്കേണ്ടത്. അതായത് ഭാഗവതത്തിലെ അല്ലെങ്കിൽ രാമായണത്തിലെ ഈ എന്തിനാ ഇപ്പോൾ കുറേ കഥകളങ്ങോട്ട് പറയുമ്പോൾ അതിൽ കൂടെ ചില സ്തുതികളൊക്കെ പറയണത് നമ്മൾ ഇന്നലെ പറയുണ്ടായിട്ടുണ്ട്. വേദോപനിഷത്തുക്കളുടെ കഥാസ്വരൂപേണയുള്ള ആവിഷ്കരണമാണ് പുരാണ ഇതിഹാസങ്ങൾ. യഥാ വേദാർത്ഥം ജ്ഞാതും മാനവാഹ അശക്താഹ അഭവൻ തഥാ തദർത്ഥജ്ഞാനം ലളിതം കർത്തും വ്യാസഃ പുരാണാനി നിർമ്മമേ. വേദത്തിലും ഉപനിഷത്തിലുമുള്ള കാര്യങ്ങൾ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നപ്പോൾ വ്യാസൻ, വാൽമീകി മുതലായിട്ടുള്ള മഹർഷിമാർ അതിനെ കഥാരൂപത്തിലുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും ആക്കി തീർക്കുകയാണ്. അപ്പോൾ കഥയാവുമ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ആ കഥ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ചില വേദാന്ത പ്രകരണങ്ങളെ, ചില സ്തുതികൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്തുതിയിൽ കൂടെയാണ് ഭഗവാന്റെ മഹിമയെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സ്തുതിയിൽ കൂടെയാണ് ആ വേദത്തിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് സ്തുതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ രാമായണത്തിലെ തന്നെ ആദ്യത്തെ സ്തുതിയാണ് ഈ ബ്രഹ്മദേവൻ സ്തുതിക്കുന്നത്. അപ്പോൾ അതിനും തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. ബ്രഹ്മദേവൻ സ്തുതിക്കുന്ന സ്തുതി വേറെ പല ദിക്കിലും ഇനി അവസാന ഭാഗത്തിലുണ്ട്, ഉത്തരകാണ്ഡത്തിലുണ്ട്, മറ്റ് പുരാണങ്ങളിലൊക്കെ തന്നെ ഭഗവാനെ ബ്രഹ്മദേവൻ സ്തുതിക്കുന്ന സ്തുതികൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, എങ്ങനെയാണ് തുടങ്ങുന്നത്? പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിനരുതാത്തൊരു പാദാംബുജം നിത്യവും നമസ്തുതേ. സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമസ്തുതേ. ഈ ഭഗവാനെ കാണുക എന്നത് അത്ര എളുപ്പമല്ല. ആ മോക്ഷം മാത്രം ആഗ്രഹിച്ചു കഴിയുന്ന ഋഷീശ്വരന്മാർക്കും സിദ്ധന്മാർക്കും അവർക്ക് പോലും കാണാൻ സാധിക്കാത്തതായിട്ടുള്ള
ആ ഭഗവാന്റെ ദർശനമാണ് ഇതാ ഇപ്പം എനിക്കിതാ ഇവിടെ സാധിച്ചിട്ടുള്ളത്. അവിടുത്തെ പാദപത്മങ്ങളിൽ ഞാൻ നമസ്കരിക്കണു. ഭഗവാന്റെ മഹിമകൾ ഓരോന്നായിട്ട് എടുത്തു പറയുകയാണ്. ഈ ലോകത്തെ മുഴുവൻ തന്നെ സൃഷ്ടിച്ച് നിലനിർത്തി അതിനെ സംഹരിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാനെ അവിടുന്നാണ്. അപ്പോൾ സ്വാധ്യായ തപ ദാന യജ്ഞാദികളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. അപ്പോൾ എന്താണ് പറയണത്? നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സമ്പാദിച്ച് ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. അതിന് ഒരുപാട് മാർഗങ്ങൾ, യജ്ഞം, ദാനം, തപസ്, അങ്ങനെയുള്ള ഒരുപാട് ഉപാധികൾ ഋഷീശ്വരന്മാർ നമുക്ക് ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട് മോക്ഷപ്രാപ്തിക്ക്. പക്ഷേ എല്ലാ സാധനങ്ങളെക്കാളും എല്ലാ ഉപാധികളെക്കാളും മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ളത് എന്താണ്? ഭക്തിയാണ്. ആ നിഷ്കളങ്കവും നിഷ്കപടവുമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അവിടുത്തെ സാധിക്കുകയുള്ളൂ. ഭഗവാൻ തന്നെ ഭജിക്കുന്ന ആളുകൾക്ക് മോക്ഷം കൊടുത്തു എന്ന് വരാം, പക്ഷേ ആ ശരിയായിട്ടുള്ള ഭക്തി നൽകുക എന്നത് വളരെ അപൂർവമാണ്. ഭാഗവതത്തിൽ ആ ഋഷഭദേവൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അവിടെ ആ ഭാഗം സമർത്ഥിക്കുന്നുണ്ട് ശ്രീശുക ബ്രഹ്മർഷി. അതാണ് പറഞ്ഞത്, മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. അവിടുത്തെ തൃപ്പാദങ്ങളിലുള്ള ആ ഭക്തി, ശ്രദ്ധാപൂർവമുള്ള വിശ്വാസം, അതുകൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ, ഭഗവാനെ മോക്ഷപ്രാപ്തിക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ അവിടുത്തെ ആ പാദങ്ങളിൽ ഞങ്ങൾക്ക് ഭക്തി സംഭവിക്കണം. അവിടുത്തെ എപ്പോഴും തന്നെ അവിടുത്തെ തിരുനാമങ്ങൾ ഹരേ നാരായണ കൃഷ്ണ വാസ. അപ്പോൾ എങ്ങനെ നമുക്ക് ഭക്തി ഉണ്ടാവുക? നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ ഓരോരുത്തരും ജനനമരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽപ്പെട്ട് അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ വിഷമിക്കുകയാണ്. ജനിക്കുക, മരിക്കുക, ഭാര്യ, പുത്രൻ, കുടുംബം. അപ്പോൾ ഇതിൽപ്പെട്ട് ഉഴലുന്ന അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? ഒരേ ഒരു വഴിയേയുള്ളൂ, ഭഗവാനെ ആശ്രയിക്കുക. അതെങ്ങനെയാണ്? ഭഗവാനിൽ ഭക്തിയെ വളർത്തിക്കൊണ്ട്. ആ ഭക്തി എങ്ങനെയാണ് ഉണ്ടാകുക? ഭഗവാന്റെ തിരുനാമങ്ങൾ ഭക്തി ശ്രദ്ധയോടുകൂടി ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ കീർത്തിക്കുക, സജ്ജനങ്ങളുമായിട്ട് സംഘം ചേരുക, ഇതേപോലെയുള്ള ആ സത്സംഗങ്ങളിലും ജ്ഞാനയജ്ഞങ്ങളിലുമൊക്കെ പങ്കെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്തിയുണ്ടാവും. ഭക്തിയുണ്ടായാലോ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാവും. ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായാലോ ഭഗവാൻ സർവാത്മാവായി സർവചരാചരങ്ങളിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അറിവാണ് തത്വജ്ഞാനം. അതങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിദ്യതേ ഹൃദയഗ്രന്ഥി, നമ്മുടെ ഹൃദയഗ്രന്ഥികൾ മുഴുവൻ തന്നെ പൊട്ടിപ്പോകും. എന്താണ് ഈ ഹൃദയഗ്രന്ഥി എന്ന് വെച്ചാൽ? ഞാനെന്ന ഭാവം, എൻ്റേതെന്ന തോന്നൽ, കാമക്രോധങ്ങൾ, ലോഭമോഹങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നില്ലാതായിത്തീരും. ക്ഷീയന്തേ ചാസ്യ കർമാണി, അവൻ്റെ കർമ്മങ്ങളും കർമ്മവാസനകളും മനോമാലിന്യങ്ങളും അതേപോലെ തന്നെ എല്ലാം തന്നെ കലിദോഷങ്ങളും ഒക്കെ നശിച്ച് മനസ്സ് ശുദ്ധമാകും. ചിദ്യന്തേ സർവസംശയ, എല്ലാ സംശയങ്ങളും അതോടുകൂടിയിട്ട് ഇല്ലാതായിത്തീരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരാൻ എന്താണ് വേണ്ടത്? ഭഗവാനിൽ ഭക്തിയെ വളർത്തുക. ആ ഭക്തി തിരുനാമജപം മുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങളാൽ നമുക്ക് സാധ്യമാകുന്നതാണ് എന്നങ്ങോട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി, ഭക്തവത്സലനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ പോലെ വാത്സല്യം ഭക്തന്മാരോട് വേറെ ആർക്കുമില്ല. ഞങ്ങൾക്ക് അവിടുത്തെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാവേണമേ എന്ന് ബ്രഹ്മദേവൻ വീണ്ടും വീണ്ടും ഉണർത്തിക്കുന്നു. സംസാരാമയ പരിതപ്തമാനസന്മാരാം പുംസാം തൊൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും. എന്താണ് ആ വരികളുടെ അർത്ഥം? സംസാരാമയ പരിതപ്തമാനസന്മാരാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും. സംസാരം എന്ന് വെച്ചാൽ ഈ ജനിക്കുക, മരിക്കുക, ഭാര്യ, പുത്രൻ, ഗൃഹം, കുടുംബം, ഇതിൽപ്പെട്ടങ്ങനെ കടന്നുപോഴില്ല. അതിനെ ഒരു രോഗമായിട്ട് ചിത്രീകരിക്കുകയാണ്. ആമയം എന്ന് വെച്ചാൽ രോഗം, ദുഃഖം, വിഷമം. അപ്പോൾ ആ സംസാര രോഗത്തിൽ നിന്ന്, അങ്ങനെ സംസാര രോഗം വന്ന് പിടിപെട്ടിട്ടുള്ള മനസ്സോടു കൂടിയിട്ടുള്ളവരാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും തന്നെ. അതിൽ നിന്ന് എങ്ങനെയാണ് ആ രോഗം മാറാൻ എന്താണ് മരുന്ന് കഴിക്കേണ്ടത്? ഭേഷജം എന്ന് വെച്ചാൽ മരുന്ന്. എന്ത് മരുന്നാണ് ഇതിന് കഴിക്കേണ്ടത്?
സംസാരാമയ പരിതപ്തമാനസന്മാരാം പുംസാം എന്ന് വെച്ചാൽ ആളുകൾ, സാധാരണ ആളുകൾ സംസാര രോഗം പിടിപെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങയുടെ പാദത്തിലുള്ള ഭക്തി മാത്രമേ അതിനൊരു മരുന്നായിട്ടുള്ളൂ, ഔഷധമായിട്ടുള്ളൂ. അപ്പോൾ ഭഗവാനെ ഭക്തിശ്രദ്ധയോടുകൂടി സേവിക്കുക, അതുമാത്രമേ ഇവിടെ പര്യാപ്തമായിട്ടുള്ളൂ. വീണ്ടും തന്നെ ബ്രഹ്മദേവൻ ഭഗവാന്റെ മഹിമകളെക്കുറിച്ച് പറയാണ്. മരണമൂർത്തു മമ മനസീ പെരുകുന്നു, മനസീ പരീതാപം കരുണാമൃതനിധേ പെരുകെ വളരുന്നു. എൻ്റെ മനസ്സിൽ ആ മരണഭയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനിച്ചിട്ടുണ്ടോ മരണമുണ്ട്, മരിച്ചിട്ടുണ്ടോ ജനനവുമുണ്ട്. അപ്പോൾ ആ മരണസമയത്ത് ഭഗവാന് അവിടുത്തെ ആ സ്മരണ ഉണ്ടാവണം. അന്തേ നാരായണ സ്മൃതി എന്ന് ഭാഗവതവും പറയുന്നു. അതായത് നമ്മൾ ഈ സാധനങ്ങളെ കൊണ്ട് യോഗം, സാഖ്യം, സ്വധർമാനുഷ്ഠാനം മുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങളെയൊക്കെ കൊണ്ട് സാധിക്കേണ്ടത് എന്താണ്? ജന്മലാഭപരപ്പുംസാം അന്തേ നാരായണ സ്മൃതി. മനുഷ്യജന്മം ലഭിച്ചതിൻ്റെ പരമമായിട്ടുള്ള പ്രയോജനം എന്താണ്? അവസാനത്തെങ്കിൽ ഈശ്വരസ്മരണയുണ്ടാകുക. ആ ഈശ്വരസ്മരണ എങ്ങനെയാണ് ഉണ്ടാകുക? അത് ഭക്തി കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അത് ഭഗവാന് അവിടുത്തെ ആ പാദപൽപ്പങ്ങൾ എപ്പോഴും സ്മരിക്കുമാറാകണേ. ശരണം ദേവാ രമാരമണാധരാപതേ. വീണ്ടും പറയാണ്, പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. അവിടുന്ന് എങ്ങനെയുള്ള ആളാണ്? പരമാനന്ദമൂർത്തിയാണ്, സച്ചിദാനന്ദ സ്വരൂപിയാണ്, ഭഗവാനാണ്. എന്താ ഈ ഭഗവാൻ എന്നുള്ള ശബ്ദത്തിൻ്റെയൊക്കെ അർത്ഥം? ഭഗം എന്ന് വെച്ചാൽ 6 കൂട്ടങ്ങളെയാണ് ഭഗം എന്ന് പറയുക. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ത്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗയിതീരത. ഐശ്വര്യം, വീര്യം, യശസ്, ജ്ഞാനം, വൈരാഗ്യം മുതലായ 6 കൂട്ടത്തെയാണ് എന്തെന്ന് പറയുക? ഭഗം എന്ന് പറയുക. അതുള്ള ആളെയാണ് എന്തെന്ന് പറയുക? ഭഗവാൻ എന്ന് പറയുക. ഷഡൈശ്വര്യ പരിപൂർണനാണ് ഭഗവാനെ. അവിടുന്ന് പരചിന്മയനാണ്, പത്മാക്ഷനാണ്. ഭഗവാന്റെ മാഹാത്മ്യങ്ങളും നാമങ്ങളും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ആ സ്തുതി അങ്ങനെ അവസാനിക്കുന്നത്. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് അങ്ങയുടെ മുന്നിലേക്ക് എഴുന്നള്ളിയതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ആ രാവണൻ്റെ ദുഷ്ടേഷിതങ്ങളെക്കുറിച്ച് പറയാനാണ്. ആ രാവണൻ എന്നിൽ നിന്ന് ഫലം വാങ്ങി, മനുഷ്യനു മാത്രമേ അവനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ, ആരാലും സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ലോകത്തെ അവൻ നിർദ്ദയം മുടിക്കുന്നു, വിശ്വത്തെ എല്ലാം അയ്യോ, ലോകത്തെയെല്ലാം മുടിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ധർമ്മങ്ങളും മര്യാദയും സത്യവും നീതിയും എവിടെയില്ല. ആ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ഭൂലോകവും. ലോകപാലന്മാർ, അഷ്ടദിക്പാലകന്മാരുണ്ട്. അഗ്നി, ഇന്ദ്രൻ, വരുണൻ, കുബേരൻ, യമൻ മുതലായിട്ടുള്ള ദേവന്മാരുണ്ട്. അവർക്കൊക്കെ ഓരോരോ പ്രവൃത്തികളുണ്ട് അവരുടെയൊക്കെ. ആ പ്രവൃത്തികളൊക്കെ ഇപ്പോൾ ആരാ ഏറ്റെടുത്തിരിക്കുന്നത്? രാവണൻ നേരിട്ടാണ് ചെയ്യുന്നത്. സൂര്യൻ ഉദിക്കണമെങ്കിൽ രാവണൻ്റെ സമ്മതം വേണം. അതേപോലെ വായുവിനെ വീശണമെങ്കിൽ. അപ്പം അങ്ങനെ ഗ്രഹങ്ങളെയൊക്കെ തൻ്റെ പാട്ടിലാക്കിയിരിക്കുകയാണ്. ഒന്നിനും തന്നെ യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. യോഗീന്ദ്രന്മാരായിട്ടുള്ള മുനിമാരെയൊക്കെ കൊന്നു തിന്നുകയാണ് ഈ ദുഷ്ടനും അവൻ്റെ അനുചാരികളും കൂടി ചെയ്യുന്നത്. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതോ മുടിഞ്ഞു മര്യാദയും. ചാരിത്രവതികളായിട്ടുള്ള സ്ത്രീകളെയൊക്കെ ബലാത്കാരേണ പിടിച്ചു കൊണ്ടുപോയി അവരെ മാനഭംഗം പെടുത്തുന്നു, അവരെ വിഷമിപ്പിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തോട് ഈ സങ്കടങ്ങളൊക്കെ ഉണർത്തിക്കാനാണ് ഞങ്ങളിതാ ഇവിടെ എല്ലാവരും കൂടി വന്നിട്ടുള്ളത് എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ സങ്കടമൊക്കെ ഭഗവാൻ കേട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഇവിടെ ഞാൻ ഇതാ ഈ ഭൂമിയിലെ അഹം ദാശരഥിർഭൂത്വാഹനിഷ്യാമി ദശാനനം. ഭൂമിയിലെ സൂര്യവംശത്തിൽ ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായിട്ട് എന്താണ് ശ്രീരാമൻ എന്ന പേരിൽ അവതരിച്ച് ഈ രാവണനെ വധിച്ചു കൊള്ളാം. അപ്പം മനുഷ്യനായിട്ടാണല്ലോ ഞാൻ ഭവിക്കുക. അങ്ങനെ നിങ്ങളുടെ രാവണൻ്റെ ഉപദ്രവത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കി തരാം എന്ന് പറയാണ്. അഹം ദാശരഥിർഭൂത്വാ. ദാശരഥി എന്ന് വെച്ചാൽ ശ്രീരാമൻ്റെ വേറൊരു പേരാണ്. ദശരഥസ്യ അപത്യം പുമാൻ ദാശരഥിക്ക്. അപ്പം രാവണി എന്ന് വെച്ചാൽ ആരാണ്? ഇന്ദ്രജിത്ത്.
രാവണൻ്റെ പുത്രനാതുകൊണ്ട് ഇന്ദ്രജിത്തിനെ രാവണി എന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള ആ രാവണനെ ഞാൻ വധിച്ചു കൊള്ളാം എന്നങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ ഈ ബ്രഹ്മദേവൻ എല്ലാവർക്കും ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്, ദേവന്മാർക്കൊക്കെ. ഭഗവാൻ നാരായണൻ, ഇവിടെ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള നാരായണൻ മനുഷ്യരൂപത്തിൽ ഇവിടെ അവതരിക്കാൻ പോകുമ്പോൾ നിങ്ങളൊക്കെ എന്തു ചെയ്യണം? ഭഗവാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലെ വാനരരൂപികളായിട്ട് ജനിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ മുമ്പ് തന്നെ ബ്രഹ്മദേവൻ്റെ അംശമായിട്ട് ഋക്ഷകുലാധിപനായിട്ടുള്ള ജാമ്പവാൻ ഇവിടെ ജനിച്ചിട്ടുണ്ട്. ഇന്ദ്രദേവൻ്റെ അംശമായിട്ട് ഒരു വാനരനുണ്ട് രാമായണ കഥയിൽ, അതാരാണ്? ബാലി. അതേപോലെ തന്നെ ആ സൂര്യനാരായണൻ്റെ അംശമായിട്ട് ഒരു വാനരനുണ്ട്, അതാണ് സുഗ്രീവൻ. വായുദേവൻ്റെ പവനദേവൻ്റെ അംശമായിട്ട് ഹനുമാൻ നമ്മളെ സൂചിപ്പിച്ചു. മനോജവം മാരുതതുല്യവേഗം ഹനുമാൻ്റെ കാര്യങ്ങൾ ഇനി വരാൻ പോണുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. അതേപോലെ തന്നെ പിന്നീട് അഗ്നിദേവൻ്റെ അംശമായിട്ടൊരു വാനരൻ ജനിക്കുകയാണ്. അതാണ് നീലൻ. ആ നീലൻ ഇനി വരാൻ പോകുന്ന രാമായണ യുദ്ധത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ്. 61 വള്ളം വാനര സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ് നീലൻ. കണ്ണുരുട്ടി ചുവപ്പിച്ച് വാലും പൊക്കി അങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കാലൻ പോലും ഭയപ്പെട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടും. അത്രയും അസാമാന്യ ശക്തിയാണ് ഈ നീലൻ എന്നു പേരായിട്ടുള്ള ആ വാനരനുള്ളത്. പിന്നെ വിശ്വകർമാവിൻ്റെ പുത്രനായിട്ട് ഒരു വാനരനെ നമുക്ക് രാമായണ കഥയിൽ കാണാൻ സാധിക്കും. അതാണ് നളൻ. ഇനി വരാൻ പോകുന്ന സേതുബന്ധനം നിർവഹിക്കുന്നത് 100 യോജനത്തിൻ്റെ നീളത്തിൽ ഈ അക്കരയിലേക്ക് കിടക്കാനുള്ള പാലം നിർമ്മിക്കുന്നത് ആരാണ്? വളരെ സമർത്ഥനായിട്ടുള്ള ഈ എൻജിനീയറിങ്ങിലൊക്കെ വളരെ സമർത്ഥനായിട്ടുള്ള ആ നളനാണ് അത് നിർവഹിക്കുന്നത്. വളരെ 5 ദിവസം കൊണ്ടാണ് ആ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കിയത് നളൻ മറ്റുള്ള വാനരന്മാരുടെ സഹായത്തോടു കൂടിയിട്ട്. അതേപോലെ ദേവന്മാരുടെ വൈദ്യന്മാരാണ് അശ്വനീ ദേവന്മാർ. അവരുടെ പുത്രന്മാരായിട്ട് 2 വാനരന്മാർ രാമായണ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. മൈന്ദനും വിവിധനും എന്നാണ്. മൈന്ദൻ വിവിധൻ എന്നു പേരായിട്ടുള്ളവർ. ഇവരൊക്കെ ഇനി വരാൻ പോകുന്ന രാമരാവണ യുദ്ധത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചവരാണ്. അശ്വനീ ദേവന്മാർക്ക് നമ്മൾ ഭാഗവത കഥയിലും രാമായണ മഹാഭാരത കഥയിലും 2 പുത്രന്മാരുണ്ട്. അതാരാണ്? നകുല സഹദേവന്മാർ. നകുലനും സഹദേവനും ഈ അശ്വനീ ദേവന്മാരുടെ പുത്രന്മാരാണ്. അപ്പം അങ്ങനെ വാനരന്മാർക്ക് നിർദ്ദേശമൊക്കെ കൊടുക്കുന്നു. എന്നിട്ടതാ ഓരോരുത്തരും ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് പോകുന്നു, ഭൂമി തിരിച്ചു വരുന്നു. എല്ലാവരും തന്നെ സത്യലോകവും പുക്കോ സത്വരം ധരിത്രിയും മസ്തസന്താപമതി സ്വസ്ഥയായി മരുവിനാൾ. ഏതാണ്ട് കുറേ ദുഃഖമൊക്കെ തീർന്ന വിഷമം അധികം താമസിയാതെ തീരും എന്നോർത്തുകൊണ്ട് സ്വസ്ഥയായിട്ട് ഭൂമിയും അധിവസിച്ചു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ വീണ്ടും പറയാണ്, തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരും ഒക്കവേ ഹരിരൂപധാരികളായാരല്ലോ. ഇവിടെ ഒരു 4-5 വരികളിൽ ഒക്കെ ഹരി ഹരി എന്നുള്ള ശബ്ദമുണ്ട്. ഓരോ വരിയിലും പ്രയോഗിക്കുന്ന ഹരിശബ്ദത്തിന് വിവിധ അർത്ഥമാണ്. ഹരിശബ്ദത്തിന് നാനാർത്ഥങ്ങളുണ്ട്. വിഷ്ണു, ഇന്ദ്രൻ, കുരങ്ങൻ, സിംഹം മുതലായിട്ടുള്ള പല വിധത്തിലുള്ള അർത്ഥങ്ങളും ഹരി എന്ന ശബ്ദത്തിനുണ്ട്. ഈശ്വരൻ എന്നുള്ള അർത്ഥമുണ്ട്. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരും എന്ന ദിക്കിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹരിപ്രമുഖന്മാരായിട്ടുള്ള വിബുധന്മാരെ വെച്ചാൽ ഇന്ദ്രൻ എന്നർത്ഥമുണ്ട്. ദേവേന്ദ്രൻ മുതലായിട്ടുള്ള ആ വിബുധന്മാർ ദേവന്മാരൊക്കെ എന്തു ചെയ്യുന്നു? ഒക്കവേ ഹരിരൂപധാരികളായാരല്ലോ. അവരൊക്കെ എന്തു ചെയ്യണു? ഹരിരൂപധാരികളായി തീർന്നു എന്ന് പറയുകയാണ്. അവിടെ ഹരിശബ്ദത്തിന് എന്താണ്? കുരങ്ങൻ, വാനരൻ എന്നർത്ഥം. ഹരിരൂപം ധരിക്കുക വെച്ചാൽ വാനരൂപം ധരിക്കുക എന്നർത്ഥം. അപ്പോൾ 2 അർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഹരിശബ്ദത്തിന്. ഇനി എന്താണ്? മാനുഷ ഹരിസഹായാർത്ഥമായി തതസ്തതോ. ആ മാനുഷൻ സാക്ഷാൽ ശ്രീഹരി എന്തായിട്ടാണ് അവിടെ അവതരിച്ചിട്ടുള്ളത്? മനുഷ്യനായിട്ടുള്ളത്. അപ്പോൾ മനുഷ്യനായിട്ട് അവതരിച്ചിട്ടുള്ള ഹരിയുടെ സാക്ഷാൽ ഇവിടെ ഹരിശബ്ദത്തിൻ്റെ സാക്ഷാൽ നാരായണൻ, മഹാവിഷ്ണു എന്നർത്ഥം. ആ സഹായിക്കാനായിട്ട് മാനുഷ ഹരി സമവേഗ വിക്രമത്തോടെ
അവരൊക്കെ എങ്ങനെയാണ് ജനിച്ചിട്ടുള്ളത്? മാനുഷഹരി സമവീര വിക്രമത്തോടെയാണ്. ഈ മാനുഷഹരി സമവിക്രമം, മാനുഷാഹരി എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാൻ നരസിംഹമായിട്ട് അവതരിക്കുകയുണ്ടായിട്ടുണ്ട്. പകുതി മനുഷ്യനായിട്ടും പകുതി സിംഹത്തിൻ്റെ രൂപത്തിലും ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിട്ടുണ്ട്. അതാണ് അവിടെ മാനുഷാഹരി എന്ന് വെച്ചാൽ നരസിംഹമൂർത്തിയായിട്ടുള്ള അവർ അതേപോലെയുള്ള പരാക്രമത്തോടു നരസിംഹത്തിൻ്റെ പരാക്രമം വളരെ അത്യത്ഭുതമാണ്. ആ പരാക്രമത്തോടു കൂടിയിട്ടുള്ള ആ നരസിംഹമൂർത്തിയെപ്പോലെ പരാക്രമത്തോടു കൂടിയിട്ടുള്ള വാനരന്മാരൊക്കെ ഇവിടെ അവർ ജനിച്ചിട്ട് എന്താ ചെയ്യണത്? പർവ്വത വൃക്ഷോപലായോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം. ഇവരോരോരുത്തരും ഇഷ്ടം പോലെ വേഷം മാറാനും വലുതാവാനും ചെറുതാവാനും ഒക്കെ കഴിവുള്ള ആളുകളാണ്. അത്രയും ഉന്നത കായന്മാരാണ് അവരൊക്കെ. ഇതാ പർവ്വതങ്ങളിലെ ഗുഹകളിലെ ബ്രഹ്മാണ്ടത്തിൻ്റെ മുക്കിലും മൂലയിലും സമുദ്രതീരങ്ങളിലുമൊക്കെയാണ് അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം? ഭഗവാൻ ശ്രീഹരി ഇവിടെ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ, നാരായണൻ ഭൂമിയിൽ ശ്രീരാമനായിട്ട് അവതരിക്കുമ്പോൾ, ആ നാരായണന് സേവ ചെയ്യാനായിക്കൊണ്ട് ഈശ്വരം പ്രതീക്ഷമാണന്മാരായി ഈശ്വരനെ പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീരാമാവതാരവും പ്രതീക്ഷിച്ചുകൊണ്ട് അവരങ്ങനെ ആ പ്ലവങ്കവൃന്ദേശ്വരന്മാരെ ഭൂമിയിലങ്ങനെ പല ഭാഗത്തും അവതാരവും കാത്തുകൊണ്ടങ്ങനെ സുഖിച്ചു താമസിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവിടെ സമർപ്പിക്കുന്നു. ഇനി പുത്രലാഭാലോചനയാണ്. നമുക്കിനി അയോധ്യയിലെ സ്ഥിതി എന്താണെന്ന് നോക്കുക. ഭഗവാന്റെ അവതാരം മുതലായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ പോവുകയാണ്. അനവധി കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൽ വായിച്ചു പറയുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ഓരോ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു പോയാൽ നീങ്ങില്ല. പിന്നെ സാമാന്യമായിട്ട് ചില ഭാഗങ്ങളുടെ കഥ പറഞ്ഞു പോവുകയുള്ളൂ. അതായത് ദശരഥൻ എന്നു പേരായിട്ടുള്ള രാജാവാണ് അയോധ്യ ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളൊക്കെ വളരെ അധികം ഗുണഗണങ്ങളുള്ളതാണ്. അമിത ഗുണവാനാം, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല ദശരഥൻ്റെ ഗുണങ്ങൾ. 10 ദിക്കിലേക്കും രഥത്തെ നയിക്കുവാൻ ശക്തനായവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത്. ധർമാത്മാവാണ് അദ്ദേഹം, മഹാവീരനാണ്, പരാക്രമിയാണ്, അമരവരതുല്യനാണ്. ദേവേന്ദ്രനെപ്പോലെയുള്ള ആ പരാക്രമവും ശക്തിയുള്ളവനാണ്. അതിലുപരിയായിട്ട് സത്യപരാക്രമനാണ്. സത്യത്തിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്തവനാണ്. പറഞ്ഞ വാക്ക് പാലിക്കുക. അങ്കജസമൻ, കാമദേവനെപ്പോലെ ശരീരശോഭയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു കൗസല്യ, അതേപോലെ തന്നെ കൈകേയി. 3 ഭാര്യമാരാണ്, കൗസല്യ, കൈകേയി, സുമിത്ര. വിവാഹം കഴിഞ്ഞ് രാജാനാ ബഹുവല്ലഭാ ശ്രൂയന്തെ എന്നാ പറയുക. രാജാക്കന്മാർക്കൊക്കെ അനവധി ഭാര്യമാരുണ്ടാവാത്രേ. അങ്ങനെയാണ് നമ്മൾ ശാസ്ത്രങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഭാര്യമാരുണ്ടായിട്ടും അദ്ദേഹത്തിന് സന്താന സൗഖ്യമില്ല. വളരെ വിഷമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്താണ് ഇനി? തനിക്കാണെങ്കിൽ പ്രായമായിത്തീരുന്നു. തൻ്റെ കാലശേഷം ഈ അയോധ്യ ഭരിക്കണമെങ്കിൽ, ഈ സൂര്യവംശം നിലനിർത്തണമെങ്കിൽ തനിക്കൊരു സന്താനമുണ്ടാവണം. അതിനെന്താണ് വഴി എന്ന് വിഷമിച്ചുകൊണ്ട് ഇവിടേക്ക് പോകുന്നു. നേരെ ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് പോകുന്നു. സൂര്യവംശ രാജാക്കന്മാരുടെ കുലഗുരുവാണ് ആര്? വസിഷ്ഠ മഹർഷി. അതേപോലെ നമ്മൾ ഭാഗവതമൊക്കെ പഠിക്കുമ്പോൾ യാദവന്മാരുടെ കുലഗുരുവാണ് ആര്? ഗർഗാചാര്യൻ. ആ ഗർഗാചാര്യനാണ് ഭഗവാന് യശോദയുടെ പുത്രനെ ശ്രീകൃഷ്ണനെന്നും രോഹിണിയുടെ പുത്രനെ ബലരാമനെന്നുമുള്ള പേരൊക്കെ കൽപ്പിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ്റെ സമീപത്തേക്ക്, ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് ഈ വസിഷ്ഠൻ. അസാമാന്യ തപസ്സിൻ്റെ ഉടമയാണ്, മഹാജ്ഞാനിയാണ്. വസിഷ്ഠൻ്റെ ധർമ്മപത്നിയാണ് ആര്? അരുന്ധതി ദേവി ആണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ വസിഷ്ഠൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ച്, ആ ഗുരുനാഥനെ നമസ്കരിച്ച് ശേഷം എന്താവും അങ്ങയുടെ ആഗമനത്തിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കണം. അപ്പോൾ എനിക്ക് പുത്രന്മാരില്ല, അതുകൊണ്ട് വളരെയധികം ദുഃഖമുണ്ട്. പുത്രന്മാരില്ലെങ്കിൽ ഈ പുത്രൻ നമ്മുടെ വംശം നിലനിർത്തണമെങ്കിൽ പുത്രന്മാരുണ്ടാവണം.
അത് പിതൃക്കൾക്ക് തൃപ്തി വരണമെങ്കിൽ പുത്രന്മാരിൽ കൂടെ അവർക്ക് തൃപ്തി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ എല്ലാം എനിക്ക് ദുഃഖമായിട്ട് അനുഭവപ്പെടുകയാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് പുത്രന്മാരുണ്ടാവാനുള്ള ഉപദേശങ്ങളൊന്ന് തരുമോ എന്ന് പറയുകയാണ്. അപ്പോൾ വരിഷ്ഠതബോധനൻ വസിഷ്ഠനതു കേട്ടു. വരിഷ്ഠതബോധനനാണ്, അദ്ദേഹത്തിൻ്റെ വിശേഷണം തന്നെ വരിഷ്ഠൻ, ശ്രേഷ്ഠൻ, അത്യുത്തമൻ എന്നൊക്കെയാണ് പറയണത്. എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ചിറിച്ചുകൊണ്ട് പറഞ്ഞു, ദശരഥ മഹാരാജാവേ, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാവാനുള്ള യോഗം കാണുന്നുണ്ട്. അതിനുവേണ്ടി അങ്ങ് എന്ത് ചെയ്യണം? പുത്രകാമേഷ്ടി എന്നു പേരായിട്ടുള്ള വേദവിധി അനുസരിച്ചിട്ടുള്ള ഒരു യാഗം ചെയ്യണം. ആ യാഗം ചെയ്യാൻ ഏറ്റവും സമർത്ഥനായിട്ടുള്ള ഒരാളുണ്ട്, ഒരു ഋഷിയുണ്ട്. ഹൃഷ്യശൃംഗൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ഹൃഷ്യശൃംഗൻ എന്ന മഹർഷി കാട്ടിലെ ഏകാന്തമായിട്ടുള്ള തപസ്സനുഷ്ഠിക്കുകയാണ്. ഈശ്വരനെയും ധ്യാനിച്ചുകൊണ്ട് കൊടും തപസ്സിലാണ്. അങ്ങ് എന്ത് ചെയ്യണം? അദ്ദേഹത്തെ വരുത്തുക. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ദൂതന്മാർ രാജാവിൻ്റെ സന്ദേശവും വഹിച്ചുകൊണ്ടുള്ള ആളുകൾ ആ കൊടുങ്കാട്ടിൽ ചെന്ന് ഹൃഷ്യമുഖ മഹർഷിയോട് വിവരം പറയുന്നു. അങ്ങയോട് ഞങ്ങളുടെ കൂടെ തന്നെ അയോധ്യയിലേക്ക് എഴുന്നള്ളാൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. വളരെ വിനയപൂർവ്വം സാന്ത്വന വാക്കുകളോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ടിതാ അദ്ദേഹത്തോട് പറയുകയാണ്, ദശരഥ മഹാരാജാവും അതേപോലെ തന്നെ വസിഷ്ഠ മഹർഷിയും കൂടി പറയണു, മഹാരാജാവിന് സന്തതികൾ ഉണ്ടാവാനായിട്ട് അങ്ങയുടെ മുഖ്യ പൗരോഹിത്യത്തിന് കീഴിൽ ഒരു പുത്രകാമേഷ്ടി എന്ന യാഗത്തെ അങ്ങ് അനുഷ്ഠിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അതിനു വേണ്ട യാഗത്തിന് വേണ്ട പ്രാഥമികമായ ചടങ്ങെന്താണ്? യജ്ഞശാലയൊക്കെ പണിയണു. യജ്ഞശാലയൊക്കെ പണിത് ഋഷ്യശൃംഗമുനി മുഖ്യപുരോഹിതനായിട്ട് വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ ആ യാഗം അതിഗംഭീരമായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ആ യാഗത്തിൻ്റെ ബലമായിട്ട് ഋഷ്യശൃംഗൻ ചെയ്യപ്പെട്ട ആഹൂതിയുടെയൊക്കെ ബലമായിട്ട് വിശ്വദേവതകൾ മുഴുവൻ തന്നെ പ്രസന്നരായി. എല്ലാവരും സന്തോഷിച്ചിരിക്കണു. ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. ആ യാഗത്തിൻ്റെ പരിസമാപ്തിയിൽ സാക്ഷാൽ അഗ്നിദേവൻ ഒരു സ്വർണ്ണപാത്രത്തിൽ പായസവുമായിട്ട് അങ്ങോട്ട് പൊന്തി വരികയാണ്. പായസവുമായിട്ട് അങ്ങോട്ട് പൊന്തി വന്നപ്പോൾ എന്താ ഉണ്ടായത്? മഹാരാജാവിനോട് പറയുകയാണ്, താപകം പുത്രിയമീ പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. അഗ്നിദേവനാണ് ഈ പായസമായിട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞല്ലോ. രാജാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു, അങ്ങത് സ്വീകരിക്കുക. അങ്ങിത് സ്വീകരിച്ച് അങ്ങയുടെ ഭാര്യമാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. ഈ പായസം അത്ര നിസ്സാരമായിട്ടുള്ളതല്ല, ഇത് ദേവന്മാർ നിർമ്മിച്ചതാണ്, അത്ഭുത ശക്തിയുള്ളതാണ്, ദിവ്യത്വമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പായസം കൊടുക്കുന്നു. അഗ്നിദേവൻ എന്ത് ചെയ്യുന്നു? അപ്രത്യക്ഷനായി തീരുന്നു. അപ്പോൾ താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ ആ ഋഷിമാർക്ക് യജ്ഞം നടത്തിയിട്ടുള്ള ഋഷിമാർക്ക് ദക്ഷിണയും ഉപഹാരങ്ങളും സമ്മാനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുന്നു. എന്നിട്ട് അവരൊക്കെ പിരിഞ്ഞു പോകുന്നു. തൻ്റെ കയ്യിലുള്ള ആ പായസം അപ്പം തൻ്റെ സമീപത്തുണ്ടായിരുന്ന കൗസല്യയ്ക്കും കൈകേയിക്കും പകുതി ഭാഗിച്ചു കൊടുക്കണം. ആ സന്ദർഭത്തിലാണ് സുമിത്ര അവിടെ വന്നു ചേരുന്നത്. സുമിത്രയ്ക്ക് ആ പായസത്തിൻ്റെ 2 പേരും അവരുടെ ഓഹരിയിൽ നിന്ന് പകുതി വീതം കൊടുക്കുന്നു. ആ പായസം 3 പേരും ഭക്ഷിക്കുന്നു. അങ്ങനെ ആ പായസം ഭക്ഷിച്ചിട്ടുള്ള 3 രാജപത്നിമാരും ഗർഭിണികളായിത്തീരുന്നു. മഹാരാജാവിനൊക്കെ വളരെ സന്തോഷമുണ്ടായി. ഗർഭവും ധരിച്ചതു മൂവരതോ വധുകാലം, അപ്പോഴേ തുടങ്ങി ശോണീന്ദ്രനാം ദശരഥൻ. ആ ഗർഭധാരണം ഉണ്ടായ നാൾ മുതൽക്ക് തന്നെ രാജാവായിട്ടുള്ള ദശരഥൻ എന്തു ചെയ്യുന്നു? മന്ത്രജ്ഞരായിട്ടുള്ള വേദജ്ഞരായിട്ടുള്ള മഹാബ്രാഹ്മണരെ കൊണ്ടുവന്ന് ജപം, ഹോമം മുതലായതൊക്കെ നടത്തിക്കൊണ്ട് ഗർഭരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഗർഭരക്ഷാർത്ഥം ജമഹോപാധി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കതാ ആ ഗർഭകാലത്ത് അനുഷ്ഠിക്കേണ്ട ക്രിയകളും എല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം.
ആ ഗർഭം അതിൻ്റെ പരിപൂർണാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ആദ്യം പ്രസവിക്കുന്നത് ആരാണ്? കൗസല്യയാണ്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. ആ 5 ഗ്രഹങ്ങളും ഉച്ചത്തിൽ നിൽക്കുന്ന അവസരത്തിൽ അച്യുതൻ എന്ന് വെച്ചാൽ ആരാണ്? ആ നാശമില്ലാത്തവൻ. അച്യുതൻ എന്ന ശബ്ദത്തിന് ച്യുതി എന്ന് വെച്ചാൽ നാശം എന്നാണ് അർത്ഥം. നാശമില്ലാത്ത, ലോകം മുഴുവൻ നശിച്ചാലും ഭഗവാന് നാശമില്ല. അതേപോലെ തന്നെ ഭഗവാനെ ഭജിക്കുന്ന ആ ഭക്തന്മാർക്കും നാശമുണ്ടാവില്ല. അപ്പം അങ്ങനെ നാശമില്ലാത്ത ഭഗവാൻ കൗസല്യയിൽ കൂടെ അങ്ങോട്ട് അവതരിക്കുന്നു. ജാനകീദീപനസ്മരണം ജയ ജയ രാമ രാമ. എന്താണ് അന്നത്തെ നക്ഷത്രം? നക്ഷത്രം പുനർവസു നവമീയല്ലോ ദിതി, നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. ഭഗവാന്റെ ആ ജാതകത്തെക്കുറിച്ച് പറയുകയാണ്. അന്ന് പുണർദം നക്ഷത്രമാണ്. പിന്നെ എന്താണ്? ദിതി, നവമിയാണ് ദിതി, പക്കം. പിന്നെ നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. നക്ഷത്രങ്ങളുടെ അധിപനാരാണ്? ചന്ദ്രദേവൻ. ആ ചന്ദ്രദേവൻ എവിടെ? ആ ചന്ദ്രൻ എന്ന ഗ്രഹം എവിടെയാണ് നിൽക്കുന്നത്? ബൃഹസ്പതിയോട് കൂടിയിട്ട്, വ്യാഴത്തോടു കൂടിയിട്ടാണ് ഉച്ചത്തിൽ വളരെ ശുഭമായിട്ടുള്ള രാശിയിൽ ഈ വ്യാഴം നിൽക്കുന്നത്. ഈ ജ്യോതിശാസ്ത്രപ്രകാരം എല്ലാ ഗ്രഹങ്ങളും പിഴവുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും വ്യാഴത്തിന് നല്ല ബലമുണ്ടെങ്കിൽ, നല്ല ശുഭത്വമുണ്ടെങ്കിൽ, നല്ല രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാ ദോഷങ്ങളെയും വ്യാഴത്തിന് പരിഹരിക്കാൻ സാധിക്കും. ലക്ഷം ദോഷാൻ ഹന്തി എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ലക്ഷം ദോഷങ്ങളുണ്ടെങ്കിലും ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട്, അനുഭാവം കൊണ്ട് ദോഷത്തെയൊക്കെ പരിഗ്രഹിച്ച് ശുഭമാക്കി സാധിക്കും. പിന്നെ ഓരോ ഗ്രഹങ്ങളും കർക്കടത്തിൽ ഉച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനോ മത്യുച്ചസ്ഥൻ ഉദയം കർക്കടകം. സൂര്യനാണെങ്കിലും ഏറ്റവും നല്ല സ്ഥാനത്ത്. അർക്കജൻ ശനി, അർക്കജൻ എന്ന് വെച്ചാൽ ശനി തുലാം രാശിയിലാണ് നിൽക്കുന്നത്. അതേ തന്നെ ഭാർഗവൻ എന്ന് വെച്ചാൽ ആരാണ്? ശുക്രൻ. ആ ശുക്രൻ എന്നുള്ള ഗ്രഹം മീനം രാശിയിലാണ് നിൽക്കുന്നത്. വക്രൻ ചൊവ്വ ഉച്ചസ്ഥനായിട്ട് വളരെ മകരം രാശി തന്നെ നിൽക്കുന്നുണ്ട്. മകരം രാശിയിലാണ് വക്രൻ ചൊവ്വ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ആ ഭഗവാൻ കൗസല്യാദേവിയിൽ കൂടെ ഇങ്ങനെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ വളരെ ശുഭമായി നിൽക്കുന്ന അവസരത്തിലാണ് ആ ഭഗവാന്റെ അവതാരമുണ്ടാകുന്നത്. ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും. ഈ സന്ദർഭത്തിൽ എല്ലാ ദിക്കിലും തന്നെ പ്രസാദം തെളിവുണ്ടാകുന്നു. ദേവകളൊക്കെ സന്തോഷിക്കുന്നു. ആകാശത്ത് ആനകം ദുന്ദുബി മുതലായിട്ടുള്ള ദേവവാദ്യങ്ങൾ ദേവന്മാർ മുഴക്കുന്നു. അതേപോലെ തന്നെ ഗന്ധർവന്മാർ പാട്ടുപാടുന്നു. ആ പാട്ടിനനുസരിച്ച് ഗന്ധർവ സ്ത്രീകൾ നൃത്തം ചെയ്യുന്നു. പിന്നീട് ആകാശത്തെത്തുന്ന ദേവന്മാർ കൽപ്പകവൃക്ഷത്തിൻ്റെ പൂക്കൾ വർഷിച്ച് ഭൂമിയിലേക്ക് വർഷിക്കുന്നു. ഭഗവാന്റെ അവതാര സമയത്ത് പെറ്റിതു കൈകേയിയും പുഷ്യനത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. അടുത്ത ദിവസം പുണർദം പൂയൻ ദിവസം ആര് പ്രസവിക്കുന്നു? കൈകേയി പ്രസവിക്കുന്നു, ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു. അതിൻ്റെയും അടുത്ത ദിവസം ആയില്യം ദിവസം സുമിത്ര പ്രസവിക്കുന്നു. 2 കുട്ടികളെയാണ്, ഇരട്ട കുട്ടികളെയാണ് പ്രസവിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അവതരിച്ച സമയത്ത് ആ കൗസല്യാദേവിക്ക് ആ സൂതികാഗൃഹത്തിൽ, ആ പ്രസവഗൃഹത്തിൽ ആ ഭഗവാൻ വൈഷ്ണവമായ രൂപത്തിൽ അങ്ങോട്ട് ദർശനം കൊടുക്കുകയാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ ദേവകിയുടെയും വസുദേവൻ്റെയും പുത്രനായിട്ട് കാരാഗൃഹത്തിൽ അവതരിച്ചല്ലോ. ആ സന്ദർഭത്തിൽ ഭഗവാൻ തമത്ഭുതം ബാലകമംബുജേഷണം ചതുർഭുജം ശംഖഗദായുധം എന്നുള്ള ആ രൂപത്തിൽ ഭഗവാൻ ദർശനം കൊടുക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ കൗസല്യയ്ക്കും തന്നെ ആ ഭഗവാന്റെ ദർശനമുണ്ടാകുകയാണ്. ആ കൗസല്യാമാതാവിന് 1000 സൂര്യചന്ദ്രന്മാർ ഉദിച്ചുയർന്നതുപോലെയുള്ള ആ ശോഭ, അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള ആ കിരീടം, ചെന്താമരപ്പൂ പോലെ വികസിച്ചിട്ടുള്ള തിരുമുഖം, ചെന്താമരയുടെ ഇതുപോലെ മനോഹരമായിട്ടുള്ള നീണ്ട കണ്ണുകൾ, വനമാല ധരിച്ചിട്ടുണ്ട്, മഞ്ഞപ്പട്ടാണ് ഉടുത്തിട്ടുള്ളത്, കാർമേഘത്തിനെ പോലെ അല്ലെങ്കിൽ കായാമ്പൂവിനെ പോലെയുള്ള മനോഹരമായിട്ടുള്ള നീലനിറം. അപ്പോൾ 4 തൃക്കൈകൾ, ആ 4 തൃക്കൈകളിലൊക്കെ ഈ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിട്ടുണ്ട്.
ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിയുവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും. ഭഗവാന്റെ മാറിലുള്ള ഒരു അടയാളമാണ് എന്ത്? ശ്രീവത്സം. ആ ശ്രീവത്സത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഭഗവാനെ ധ്യാനിക്കാൻ തന്നെ പറ്റില്ല. കാരണം അത് എന്തിനാണെന്നപ്പം ഇവിടെ സൂചിപ്പിച്ചത്? ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ സൂചിപ്പിക്കുന്നതാണത്. ഭക്തന്മാരോട് അത്രയും കാരുണ്യമാണ് ഭഗവാന്. സരസ്വതി നദീ തീരത്ത് ഏതാനും ഋഷിമാരങ്ങനെ സത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സത്രത്തിൻ്റെ ഇതിൽ മഹർഷിമാർക്കൊക്കെ ഒരു സംശയം. ത്രിമൂർത്തികൾ, ത്രിദേവന്മാർ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇവരിൽ ആർക്കാണ് കൂടുതൽ തിരിക്ഷ, ആർക്കാണ് കൂടുതൽ സഹനശക്തിയുള്ളത്? ഇതൊന്നറിയണം വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ വേണ്ടി ഭൃഗുമഹർഷിയെ പറഞ്ഞയക്കുകയാണ്. ഭൃഗുമഹർഷി അവിടുന്ന് നേരെ ചെന്ന് ബ്രഹ്മലോകത്തേക്കാണ് പോയത്. ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മദേവൻ തൻ്റെ ഗുരുനാഥനും തൻ്റെ പിതാവുമാണ്. പക്ഷേ ബ്രഹ്മദേവൻ്റെ കയറി ഒപ്പത്തിനൊപ്പാണ് കയറിയിരുന്നു. അത് ബ്രഹ്മാവിന് ഇഷ്ടമായിട്ടില്ല. തൻ്റെ പുത്രനും തൻ്റെ ശിഷ്യനുമായിട്ടുള്ള ഭൃഗു തന്നോടൊപ്പം ഇരിക്കുന്നത് കണ്ട് ദേഷ്യം വന്ന് ബ്രഹ്മദേവൻ കമണ്ഡലുവിൽ ജലമെടുത്ത് ശപിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോഴേക്കും അവിടുന്ന് പോകുന്നു. പിന്നെ മഹാദേവൻ്റെ അടുത്തേക്ക് കൈലാസത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ബ്രഹ്മദേവന് ഇത്രയാണ് ദയയുള്ളൂ, ക്ഷമയുള്ളൂ എന്ന് മനസ്സിലാക്കി അവിടുന്ന് പോകണു. പിന്നെ കൈലാസത്തിൽ ചെന്ന് മഹാദേവനോടൊപ്പം ഇരിക്കാൻ തുടങ്ങിയപ്പോൾ മഹാദേവന് ദേഷ്യം വന്നു. ശൂലമെടുത്ത് കുത്താൻ വേണ്ടി ഭാവിക്കണു. ആ പാർവതി അത് തടയണു. അപ്പോൾ ആ മഹാദേവനും എത്രയാണ് തിദിക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കി നേരെ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ അവിടെ എന്താണ് ചെയ്യണത്? ഭഗവാൻ നാരായണൻ അനന്തനാകുന്ന മെത്തമേൽ അങ്ങനെ കിടന്ന് യോഗനിദ്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹർഷി ചെന്ന ഉടനെ തന്നെ ആ ഉറങ്ങിക്കിടക്കുന്ന യോഗനിദ്ര ചെയ്യുന്ന ഭഗവാന്റെ മാറിൽ അങ്ങോട്ട് ചവിട്ടുന്നു. ചവിട്ടേറ്റ് പെട്ടെന്ന് പിടഞ്ഞ് ഭഗവാൻ എഴുന്നേറ്റു. എന്നിട്ട് മഹർഷിയോട് പറയണു, എൻ്റെ ഈ പരുപരുത്ത മാറിൽ അങ്ങയുടെ മൃദുലങ്ങളായിട്ടുള്ള കാലുകൾ വെച്ചിട്ട് അങ്ങയ്ക്ക് വല്ല വിഷമവും ഉണ്ടായോ? അങ്ങയെപ്പോലെയുള്ള ആളുകൾ വരുന്ന സമയത്ത് ഉറങ്ങിക്കിടന്നത് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. കാല് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങ് ചവിട്ടിയിട്ടുള്ള ആ കാലിൻ്റെ അടിയുണ്ടല്ലോ പാദചിഹ്നം, എന്നും ഞാൻ എൻ്റെ മാറിലെ ഞാൻ ധരിക്കാം എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പം അങ്ങനെയാണ് ശ്രീവത്സം എന്നാണ് ആ ചിഹ്നത്തിൻ്റെ, ആ മറുകിൻ്റെ പേര്. അപ്പം അത് ഇല്ലാതെ ഭഗവാനെ സ്മരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ശ്രീവത്സവും ഭഗവാന്റെ മാറിലുണ്ട്. അതേപോലെ തന്നെ കൗസ്തുഭം എന്ന രത്നമുണ്ട്. പാലാഴി മദനം നടക്കുന്ന അവസരത്തിൽ ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടയാണ്. പല ദിവ്യവസ്തുക്കളും പൊന്തി വന്നു. അതിൽ പൊന്തി വന്നിട്ടുള്ളൊരു രത്നമാണ് കൗസ്തുഭം. വളരെ വിശേഷപ്പെട്ടതാണ്. അത് ഭഗവാൻ തൻ്റെ കർണാഭരണമായിട്ട് സ്വീകരിക്കണു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ പാദങ്ങൾ, പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും, ഭഗവാന്റെ പാദങ്ങളെ, ആ കണ്ട പാദങ്ങളെക്കുറിച്ച് പറയുകയാണ്. മഹാബലിയുടെ യജ്ഞശാലയിലേക്ക് ബ്രഹ്മചാരി രൂപത്തിൽ വാമനമൂർത്തിയായിട്ട് വന്ന 3 അടി മണ്ണ് യാചിച്ച് അത് കൊടുത്തപ്പോൾ എന്താണ്? 3 അടി കൊണ്ട് 3 ലോകവും അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ലോകങ്ങളൊക്കെ അളന്നെടുത്തിട്ടുള്ളതാണ് ഭഗവാന്റെ ഈ താമര പോലെ മനോഹരമായിട്ടുള്ള കാലുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മോക്ഷതനായ ജഗൽസ്വാമി അമ്പരമാത്മാ, ഇത് സാക്ഷാൽ നാരായണനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കൗസല്യാദേവി ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുകയാണ്. രാമായണത്തിലെ ആ കൗസല്യയുടെ സ്തുതി വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് വളരെ സംഗ്രഹിച്ച് ചുരുക്കി പറയാം. വളരെ വിസ്തരിച്ച് പറഞ്ഞാൽ അത് അവസാനിക്കില്ല. എന്താ പറയണത്? നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദനാഹരി. ഭഗവാനെ ദേവദേവ, ദേവന്മാർക്ക് പോലും ദേവനായിട്ടുള്ളവനാണ് ആര്? ഈ ഭഗവാൻ. ഇന്ദ്രാദികളായിട്ടുള്ള ബ്രഹ്മാദികളായ ദേവന്മാരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശവും ഭഗവാന്റെ അനുജ്ഞയും കൊണ്ടാണ് ലോകപാലന്മാരൊക്കെ അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ നമസ്തേ വാസുദേവ, ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു തിരുനാമമാണ് എന്ത്? വാസുദേവൻ എന്നത്. എന്താ ഈ വാസുദേവൻ എന്ന ശബ്ദത്തിനർത്ഥം? വാസു എന്നതിന് വാസയതി ഭൂതാനി അസ്മിന്നിതി വാസു.
സർവ്വജീവജാലങ്ങളും ഏതൊന്നിലാണോ വസിക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറയുക, വാസു എന്ന് പറയുക. അതേപോലെ തന്നെ ഭഗവാനിലാണ് സർവ്വജീവജാലങ്ങളും ശയിക്കുന്നത്. ഭഗവാൻ സർവ്വജീവജാലങ്ങളിലും വസിക്കുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയേശർജുന തിഷ്ഠതി. ഗീതയിലെ ഉപോത്ബലകമായിട്ട്, ഗീതയിലെ പ്രമാണമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. അപ്പോൾ എല്ലാ ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ശക്തിവിശേഷം എന്നാണ് എന്ത് വാസു എന്ന ശബ്ദത്തിനർത്ഥം. ഇനി ദേവൻ എന്ന് ചോദിച്ചാൽ എന്താണ്? ഈ സംസ്കൃതത്തിലെ എല്ലാ പദങ്ങളും ഉണ്ടാവുന്നത് ധാതുവിൽ നിന്നാണ്, ക്രിയയിൽ നിന്നാണ്. സർവേ ശബ്ദാ ധാതുജമാഹു. എല്ലാ ശബ്ദങ്ങളും ഉണ്ടാവുന്നത് ക്രിയകളിൽ നിന്നാണ്. അപ്പോൾ ഈ ദിവ എന്ന ധാതുവിൽ നിന്നാണ് ദേവൻ എന്ന ശബ്ദമുണ്ടാകുന്നത്. ദിവ ധാതുവിന് ഒരുപാട് അർത്ഥങ്ങളാണ്. പ്രകാശിക്കുക, സ്വയം പ്രകാശിക്കുക, മറ്റ് കാന്തി, മതി, സ്തുതി, ഇങ്ങനെ ഒരുപാട് 9 അർത്ഥങ്ങളാണ്. നമ്മൾ നേരത്തെ ഹരിശബ്ദത്തിൻ്റെ അർത്ഥം പറഞ്ഞു. അതേപോലെ ദിവ എന്ന ധാതുവിനെ നാനാർത്ഥമായിട്ട് പറയുന്നത് വ്യാകരണശാസ്ത്രത്തിൽ പറയുന്നത് 9 അർത്ഥമാണ്. അപ്പോൾ സ്വയം പ്രകാശിക്കുക, മറ്റുള്ള ആളുകൾക്ക് പ്രകാശത്തെ കൊടുക്കുക, അങ്ങനെയുള്ള ആളുകളെയാണ് ദേവന്മാർ എന്ന് പറയുക. ആ ദേവൻ എന്ന ശബ്ദത്തിന് തികച്ചും അർഹനായിട്ടുള്ളതാരാണ്? ഭഗവാനാണ്. തസ്യഭാസ സർവമിതം വിഭാസി വിവാദി. കഠോപനിഷത്ത്, ശ്രുതി, വേദങ്ങളൊക്കെ പറയണു ഭഗവാന്റെ പ്രകാശത്താലാണ് ഇതെല്ലാം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. സൂര്യന് പൊതുവെ പ്രകാശം നൽകാനുള്ള ശക്തിയില്ല. പക്ഷെ ഭഗവാന്റെ പ്രകാശം, ഭഗവാന്റെ ശക്തി കിട്ടുക കാരണമാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. അഗ്നിക്ക് ജ്വലിക്കാനുള്ള ശക്തി നൽകുന്നത് ആരാണ്? ഭഗവാനാണ്. അങ്ങനെ എല്ലാവർക്കും തന്നെ ആ പ്രകാശത്തെ നൽകുന്നവനാണ് ഭഗവാനെ. അവിടുന്ന് അങ്ങനെയൊക്കെയുള്ള സശ്ചാസൗ ദേവശ്ചേതി വിഗ്രഹ, അങ്ങനെയൊക്കെയുള്ള ദേവൻ എന്നാണ് വാസുദേവൻ എന്ന ശബ്ദത്തിന് അർത്ഥമായിട്ട് പറയുന്നത്. പിന്നെ മധുസൂദനാഹരേ, ഭഗവാനെ നമ്മൾ മധുസൂദനൻ എന്ന് പറയണു. മധു, കൈടവൻ മുതലായിട്ടുള്ള അസുരന്മാരെ വധിക്കേണ്ടായിട്ടുണ്ട്. ആ ദേവീ മഹാത്മ്യത്തിൻ്റെ ആരംഭത്തിൽ ദേവിയുടെ കാളീരൂപത്തിലുള്ള അവതാരത്തെക്കുറിച്ച് പറയുന്ന ചരിത്രമുണ്ട്. അതിൽ ആ ബ്രഹ്മദേവൻ്റെ നാഭിയിൽ, ഭഗവാന്റെ നാഭിയിൽ ബ്രഹ്മദേവനുണ്ടാവുന്നു. അതിൽ ആ താമരയിലാണ് ബ്രഹ്മദേവനുണ്ടായത്. ബ്രഹ്മദേവൻ സൃഷ്ടി സാമർത്ഥ്യമുണ്ടാവാൻ ഭഗവാനെക്കുറിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇതാ ഇവിടെ ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് 2 അസുരന്മാരുണ്ടാകുന്നു. മധു എന്നും കൈടവൻ എന്നും പേരായിട്ട്. ചെവിയിൽ നിന്ന് ഇങ്ങോട്ട് വീണതാണ്. ഒന്ന് തേനിൻ്റെ രൂപത്തിൽ വീണവനെയാണ് മധു എന്ന് പറയുന്നത്. കൈടവൻ കീടത്തിൻ്റെ രൂപത്തിൽ വീണതുകൊണ്ടാണ് കൈടവൻ എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും ജനിച്ച ഉടനെ തന്നെ അസാമാന്യ ശക്തിശാലികളായിത്തീരുന്നു. നിങ്ങൾ ദേവി മഹാത്മ്യം കേൾക്കുമ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ടാവും. ദേവി ഭാഗവതത്തിലൊക്കെ ഉണ്ട്. അത് വിസ്തരിക്കുന്നില്ല അതുകൊണ്ടത്. അപ്പോൾ അവർ ശക്തിശാലികളായിത്തീർന്ന് വെള്ളത്തിൽ കൂടി നീന്തിക്കളിച്ച് ആ ബ്രഹ്മാവിനെ വധിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ബ്രഹ്മാവ് തനിക്ക് അവലംബമായിട്ടുള്ള യോഗമായയെക്കുറിച്ച് സ്തുതിക്കണു. ഭഗവാൻ യോഗമായ ഭഗവാനിൽ പ്രവേശിച്ച് ആ വിഷ്ണു ഭഗവാന് യോഗനിദ്ര എഴുന്നേറ്റ് അസുരന്മാരോട് യുദ്ധം ചെയ്യണോ, മധുവിനെയും കൈടവനെയും വധിക്കുന്നു. അങ്ങനെ മധുവിനെ സൂദനം ചെയ്തവൻ, കൈടഭാരി കൈടവനെ നശിച്ചിട്ടുള്ളവൻ എന്നൊക്കെ അർത്ഥത്തിലാണ്. അങ്ങനെ ഓരോ പദങ്ങൾക്കും ഭഗവാന്റെ വലിയ വലിയ അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഭഗവാനെ അവിടുത്തെ മായാദേവിയെ കൊണ്ടാണ് ഈ ലോകത്തെ രക്ഷിച്ച് സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിച്ചു പോരുന്നത്. അവിടുത്തെ മഹിമ ആർക്കും പറയാൻ സാധിക്കുകയില്ല. അവിടുന്ന് നിർഗുണനാണ്. നിഗമാന്ത വാക്യാർത്ഥവേദ്യനാണ്. നിഗമം എന്ന് വെച്ചാൽ എന്താണ്? വേദം. നിഗമകൽപ്പതരോർഗളിതം ബലം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം വേദത്തിൻ്റെ അന്തം അവസാനം ഉപനിഷത്ത്. ആ ഉപനിഷത്ത് വാക്യങ്ങളാലും വേദമന്ത്രങ്ങളാലും ഒക്കെ അറിയപ്പെടേണ്ട വേദ്യനായിട്ടുള്ള ആളാണ് ഭഗവാനെ. അവിടുന്ന് മഹിമ വിദ്വന്മാനസ പത്മ മധുവൈരി. സജ്ജനങ്ങളുടെ ഭക്തന്മാരുടെ മനസ്സിലാണ് ഭഗവാൻ താമസിക്കുന്നത്. ഭക്തിയുള്ളവരുടെ ചിത്തത്തിൽ മരുവിനാൻ ഭക്തപ്രിയൻ പരമേശ്വരനച്യുതൻ. മഹാഭാരതം കിളിപ്പാട്ടിലെ വിതുരൻ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് പറയുന്ന ഭാഗം ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവിടുത്തെ ജഡരത്തിലാണ് അന്തമില്ലാത്ത അത്രയും ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നത്. ആ മാർക്കാണ്ഡേയ മഹർഷി
തപസ് ചെയ്യുമ്പോൾ നരനാരായണന്മാർ പ്രത്യക്ഷമാകുന്നു. എന്താണ് അങ്ങേക്ക് ആവശ്യമായിട്ടുള്ളത്? എനിക്ക് ഒന്നും വേണ്ട, ഭക്തി മാത്രം തന്നെ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ദർശനത്തിന് പാത്രമായാൽ എന്തെങ്കിലും തരാതെ ഞങ്ങൾ പോലില്ല. അപ്പോൾ ഈ മായ എന്ന് വെച്ചാൽ എന്താണ്, അതൊന്നറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. യാ മാ സാ മായ, യാതൊന്നാണോ ഇല്ലാത്തത് അതിനെയാണ് മായ എന്ന് പറയുക. അപ്പോൾ അങ്ങേക്കത് അധികം താമസിയാതെ അത് അനുഭവപ്പെടും എന്ന് പറഞ്ഞ് അവർ അന്തർദാനം ചെയ്യണോ. ആ മാർക്കണ്ഡേയ മഹർഷി പുഷ്പനദ്രാ നദീതീരത്ത് തപസ്സും സ്വാധ്യായവുമായി അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണു. പെട്ടെന്ന് അങ്ങോട്ട് വരണോ, മഴ പെയ്ത് പ്രളയമാകുന്നു, അതിൽ കൂടെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ കുറേ അങ്ങനെ നോക്കുമ്പോൾ കരകയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്, എവിടെയും കാണാനില്ല. വടക്കേ ഭാഗത്ത് ഒരു അരയാലിൻ്റെ കൊമ്പ് അല്ല ഒരു ഇലയിൽ അത്ഭുതമായിട്ടുള്ള ഒരു ശിശുവിനെ കാണുന്നു. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഈ വിധത്തിലാണ് ആ കുട്ടി കിടക്കുന്നത്. തൻ്റെ മനോഹരമായ കൈകളെ കൊണ്ട് കാലിൻ്റെ തള്ളവിരൽ പിടിച്ച് ചെന്താമരപ്പൂ പോലെ മനോഹരമായിട്ടുള്ള വായിലേക്ക് അങ്ങനെ കിടത്തുന്ന ആലിലകൃഷ്ണൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടാവും. ആ രൂപത്തിലാണ് കിടക്കുന്നത്. ആ കുട്ടിയെ ചെന്നങ്ങോട്ട് പിടിക്കാൻ വേണ്ടി പോയതാണ് അടുത്തേക്ക്. ആ കുട്ടിയുടെ ശ്വാസനാളത്തിൽ കൂടി അങ്ങോട്ട് അകത്തേക്ക് പോയി. അകത്തേക്ക് ചെന്നപ്പോൾ എന്താ കണ്ടത്? ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തെല്ലാമുണ്ടോ ലോകത്തിൽ, പർവ്വതങ്ങൾ, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, 14 ലോകവും എന്തെല്ലാം ലോകത്തിലുണ്ടോ അത് മുഴുവൻ ആ കുട്ടിയുടെ ഉദരത്തിൽ കാണാൻ സാധിച്ചു. പുറത്തേക്ക് വീണ്ടും അടുത്ത വിശ്വാസത്തിൽ കൂടെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ എന്താ കാണാൻ സാധിക്കുന്നത്? ഇതാ പ്രളയജലം. അപ്പോൾ ഇങ്ങനെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടുമായി കഴിഞ്ഞപ്പോൾ ഇത് ഭഗവാന്റെ മായയാണ് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ കൗസല്യാദേവി പറയുകയാണ്, ഭഗവാനെ അവിടുത്തെ ജഠരത്തിൽ അന്തമില്ലാത്ത അവസാനമില്ലാത്ത അത്രയും ലോകങ്ങളും ലോകം മുഴുവൻ അവിടുത്തെ വയറ്റിലാണ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള അവിടുത്തെ ജഠരത്തിൽ കൂടെയാണ് ഇപ്പം എനിക്കിവിടെ അവിടുന്ന് വന്ന് ഇരുന്ന് എനിക്ക് അങ്ങയെ പ്രസവിക്കേണ്ടി വന്നത് എന്ന് പറയുകയാണ്. വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്ര ശോകാലസ ഭർത്തൃപുത്രാർത്താകുല സംസാര ദുഃഖാംബുദൗ നിത്യവും നിമഗ്നയായ നിത്യർത്ഥം ഭ്രമിക്കുന്നേൻ. വീണ്ടും ആ സംസാര ദുഃഖത്തിൽ ഭ്രമിക്കുന്ന സ്ഥിതിയെക്കുറിച്ച് കൗസല്യം ഓർമ്മിക്കുകയാണ്. അതിൽ നിന്നൊക്കെ അവിടുത്തെ ആ മഹാമായ എന്നെ ബാധിക്കാതെ അവിടുന്ന് രക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണോ. എനിക്ക് അവിടുത്തോട് ഒരു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അവിടുത്തെ ഈ രൂപത്തെ ഉപസംഹരിച്ച് ചെറിയൊരു കുട്ടിയായി തീർന്ന് ഒരു കുട്ടിയെ ശുശ്രൂഷിക്കുക എന്നുള്ള വ്യാജേന ഞാൻ അവിടുത്തെ പാദാഭ്യങ്ങളെ സേവിച്ചു കൊള്ളാം. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖസംസാരാർണവം. ഈ സംസാരാർണവത്തെ ഞാൻ കുട്ടിയെ ലാളിക്കുക എന്ന വിധത്തിലൂടെ ഞാൻ കഴിച്ചുകൊള്ളാം. അതുകൊണ്ട് വീണ്ടും വീണ്ടും തന്നെ ആ സ്തുതിച്ച് നമസ്കരിച്ചു. ആ ദേവിയെ ഭഗവാൻ അനുഗ്രഹിക്കണോ, അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അന്തർധാനം ചെയ്യണോ. ഈ സ്തുതി വളരെ വിശേഷമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ചുള്ള ഫലശ്രുതിയൊക്കെ അതിന് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, ആരാണോ ഭക്തിശ്രദ്ധാപൂർവം കൗസല്യാദേവി സ്തുതിച്ച സ്തുതിയെ വായിക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, യാതൊരു മർത്യനിക നമ്മിലേ സംവാദമീ ആദരാൽ പഠിക്കതൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും. അങ്ങനെ ചെയ്യുന്നവരുടെ കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ അവർ മോചിതരായിട്ട് ഭഗവാനിൽ ഭക്തിയുണ്ടായിട്ട് ഭഗവാന്റെ സാരൂപ്യമുക്തിയെ പ്രാപിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവിടെ അവസാനിക്കുന്നത്. പിന്നീട് ആ ദശരഥ മഹാരാജാവ് പുത്രന്മാരുണ്ടായി എന്നുള്ള വർത്തമാനം അറിഞ്ഞ് സന്തോഷിക്കുന്നു. ആ രാജ്യം മുഴുവൻ തന്നെ അടിച്ചുവാരി വൃത്തിയാക്കി കൊടിതോരണങ്ങൾ ചാർത്തി പുത്രോത്സവത്തെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. ഒരു കുട്ടി ഉണ്ടാവാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഭഗവാന്റെ അപാരമായിട്ടുള്ള കാരുണ്യത്താലും അനുഗ്രഹത്താലും 4 കുട്ടികളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അവർക്കൊക്കെ എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കണു, ബ്രാഹ്മണർക്ക് ദക്ഷിണകൾ കൊടുക്കണു. വിളക്കു വെച്ചു മണി ഭിത്തിതോറും തിളക്കമുള്ള ആഭരണങ്ങൾ ചേർത്തു. ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേകം വഴിപാടുകളും പൂജകളും ചുറ്റുവിളക്കുകളും ഒക്കെ കഴിക്കുന്നു. അങ്ങനെ എല്ലാവരും തന്നെ ദേവന്മാരും തന്നെ സന്തോഷിക്കുന്നു. കാരണം ഈ ഭഗവാന്റെ വാക്കനുസരിച്ച് ഭഗവാൻ ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. ഭഗവാനാണ് രാവണവധത്തിനു വേണ്ടിയിട്ടാണ്
അവതരിച്ചിട്ടുള്ളത് എന്നോർത്തുകൊണ്ട് ദേവന്മാരും ലോകം മുഴുവൻ തന്നെ സന്തോഷിക്കണു. ഇനി ആ കുട്ടികളുടെ ജനിച്ച ഉടനെ ചെയ്യേണ്ട കർമ്മങ്ങളും സംസ്കാരങ്ങളുമൊക്കെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷി യഥാക്രമം ഓരോന്നായിട്ട് നിർവഹിക്കണു. പിന്നീട് ഇനി കുട്ടികളുടെ എന്താണ്, നാമകരണമാണ്, പേരിടൽ കർമ്മമാണ്. അതും നിർവഹിക്കുന്നത് ആരാണ്? കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ തന്നെയാണ്. ശുഭമായിട്ടുള്ള മുഹൂർത്തത്തിൽ ആ 3 അമ്മമാരും 4 കുട്ടികളെയും കൊണ്ട് വസിഷ്ഠ മഹർഷി വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ആ കൗസല്യാദേവി തൻ്റെ ഈ പുത്രനെ. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാൻ മുനി. എന്താണ് പറയണത്? ഈ ശ്യാമള നിറം എന്ന് വെച്ചാൽ കാർമേഘത്തിൻ്റെ കായാമ്പൂവിൻ്റെയൊക്കെ നിറമുള്ള ആ കുട്ടിക്ക് രാമൻ എന്നുള്ള തിരുനാമത്തെ മഹർഷി അരുളി ചെയ്യുന്നു. ഭരണകാര്യങ്ങളിൽ നിപുണനാകും എന്നുള്ള അർത്ഥത്തിൽ ഈ കുട്ടി കൈകേയിയുടെ കുട്ടിക്ക് ഭരതൻ എന്ന പേരിനെ നൽകുന്നു. സുമിത്രയുടെ 2 കുട്ടികൾക്ക് എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു കുട്ടി കൊണ്ട് ലക്ഷ്മണൻ എന്ന പേരിടുന്നു. ശത്രുക്കളെ ഹനിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശത്രുഘ്നൻ എന്ന പേര് മറ്റേ കുട്ടിക്കും ഇടുന്നു. പിന്നീട് അങ്ങനെ നാമധേയവും 4 പുത്രന്മാർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. രാജാവിന് വളരെയധികം സന്തോഷമുണ്ടായി. അപ്പോൾ അമ്മമാരും മക്കളും അച്ഛനും എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. പിന്നീട് ആ കുട്ടികളുടെ കർമാനുഗതമായിട്ടുള്ള ആ വളർച്ചയെക്കുറിച്ച് പറയുകയാണ്. അവരുടെ ബാലക്രീഡകളെ, അവരുടെ കളികളെ ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ടങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വരണോ, കുട്ടിയെ എടുക്കണോ, ഉമ്മ വയ്ക്കണോ, ലാളിക്കണോ. ആ ശ്രീകൃഷ്ണനെ ഗോപസ്ത്രീകളൊക്കെ വന്നെടുത്തിരുന്ന കാര്യങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. വരുന്ന ഗോപാലനിതംബനീനാം കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും വിരഞ്ഞു മണ്ടുന്നൊരു വണ്ടുപോലെ എന്നൊക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ വളരെ നല്ല ഇതിലോട് കൂടിയിട്ട് അങ്ങനെ അവർ വളർന്നുകൊണ്ടിരിക്കണോ. അവരുടെ കളികളെ വിനോദങ്ങളൊക്കെ കണ്ട് എല്ലാവരും സന്തോഷിക്കണോ. വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് അവരെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പറഞ്ഞയക്കുകയാണ്. വസിഷ്ഠ മഹർഷി അവർക്ക് എല്ലാവിധത്തിലുള്ള ആ വിദ്യകളും പകർന്നു കൊടുക്കണോ. കാരണം ഈ പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് തന്നെ അവർക്കത് ഹൃദിസ്ഥമായി തീരണം. കാരണം അത്രയും വേദങ്ങളെ, ഉപനിഷത്തുക്കളെ, ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. അവർ സർവശാസ്ത്ര വിശാരദന്മാരും സർവകലാ വല്ലഭന്മാരുമായി തീരുന്നു. മാത്രമല്ല പിന്നെ ആയോധന മുറകളെ വെച്ചാൽ എന്താണ്, ആ യുദ്ധം ചെയ്യേണ്ട ആ രീതികളെ, അമ്പും വില്ലും എടുത്തുകൊണ്ടുള്ള യുദ്ധം, കുന്തം കൊണ്ട് യുദ്ധം ചെയ്യേണ്ട വിധം, അതേപോലെ വാളുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടത്, മുഷ്ടി യുദ്ധം ചെയ്യേണ്ടത്, എല്ലാ വിധത്തിലുള്ള യുദ്ധമുറകളും പഠിപ്പിച്ചു കൊടുക്കുന്നു. എല്ലാറ്റിലും തന്നെ അവർ സമർത്ഥന്മാരും നിപുണന്മാരുമായി തീർന്നു. അപ്പോൾ എന്തൊരു മഹാമായ വൈഭവം ചിത്രം എന്നൊക്കെ പറഞ്ഞ ആ ഭാഗവും അവിടെ സമർപ്പിക്കണം. എന്താണ് ഇനി വിശ്വാമിത്രൻ്റെ യാഗരക്ഷയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആരാണ് ഈ വിശ്വാമിത്രൻ? ഗാദിനന്ദനായ കൗശികൻ വിശ്വാമിത്രൻ രാജാവായിരുന്നു. ഗാദി എന്നു പേരായിട്ടുള്ള രാജാവിൻ്റെ പുത്രനാണ് ആര്? വിശ്വാമിത്രൻ. എന്നിട്ട് അദ്ദേഹം പിന്നീട് ബ്രാഹ്മണനായിട്ട് അദ്ദേഹം തപസ് ചെയ്ത് ഋഷിയായി തീർന്നതാണ്. അതിൻ്റെ പിന്നിലൊക്കെ വലിയ വലിയ ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഗാദി എന്നു പേരായിട്ടുള്ള രാജാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സത്യവതി. അദ്ദേഹത്തിന് സത്യവതിയില്ല, സത്യവതി മകളുടെ പേരാണ്. ഒരു മകളേ ഉള്ളൂ അദ്ദേഹത്തിന്, സത്യവതി എന്നാണ് പേര്. ആൺകുട്ടികളില്ലാതെ വിഷമിച്ച് കഴിയുകയാണ്. മകളെ വിവാഹം കഴിക്കുന്ന രാജകുമാരന് രാജ്യത്തിൻ്റെ അധികാരം കൊടുക്കാമെന്നൊക്കെ ഉദ്ദേശിച്ചങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹർഷിയുണ്ട്. ഹൃജീകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹൃജീകന് പ്രായമായി, ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരിച്ചയാണ്. ജരാനരകളൊക്കെ ബാധിച്ചു, കണ്ണൊക്കെ കാണാതായി, ചെവിയൊന്നും വേണ്ട പോലെ കേൾക്കണില്ല. ഇനി ആരുടെയെങ്കിലും ഒരു സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള, തപസ് ചെയ്യാനോ നിത്യവൃത്തി കഴിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥാവിശേഷം വരികയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, ഒരു കല്യാണം കഴിച്ചാലോ എന്നൊരു തോന്നൽ. ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പതീനൊരുത്തി വേണം എന്നുള്ള ചിന്ത അപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം നേരെ നാട്ടിലേക്ക് ഇറങ്ങി മഹാരാജാവിൻ്റെ അടുത്ത് ചെന്നു.
മഹാരാജാവിനോട് അദ്ദേഹത്തെ ഖിർജീകൻ വലിയ തപസ്വിയാണ്, വലിയ ജ്ഞാനിയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ എല്ലാവരും തന്നെ രാജാവിന് വലിയ ബഹുമാനമായി സ്വീകരിച്ചിരുത്തി, ഉത്തമാസനത്തിലിരുത്തി. അവിടുത്തെ എഴുന്നള്ളത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ വന്നത് ഒരു പ്രത്യേക ആവശ്യമായിട്ടാണ്. എനിക്കൊരു വിവാഹം കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്ത് വേണമെങ്കിൽ സഹായം ഞാൻ ചെയ്യാം, മുഴുവൻ ചെലവും ഞാൻ രാജധാനിയിൽ നിന്ന് ഭണ്ഡാരത്തിൽ നിന്ന് അങ്ങേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നല്ല എനിക്ക് വേണ്ടത്. എന്താ വേണ്ടത്? അങ്ങയുടെ മകളെയാണ് എനിക്ക് വിവാഹം കഴിച്ച് തരേണ്ടത് എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ രാജാവിന് അത് വലിയ വിഷമായി തീരുകയാണ്. കാരണം തൻ്റെ മകള് സുന്ദരിയും സുശീലയും യൗവനയുക്തയുമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പുത്രിയെ വൃദ്ധനും വിരൂപിയും ആയിട്ടുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധാരണ അച്ഛനമ്മമാരാരും തന്നെ അത് ഇച്ഛിക്കില്ലല്ലോ. രാജാവ് വളരെ വിഷമത്തിലാവാണ്. അദ്ദേഹത്തോട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. തപശക്തി കൊണ്ട് ശപിച്ച് ഭസ്മമാക്കും. അത്രയും ശ്രേയസ്സുള്ള ആളാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞങ്ങൾ ഈ കുശിക ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് ചില സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പ്രായമായാൽ വിവാഹം കഴിച്ചു കൊടുക്കും. അപ്പോൾ സ്ത്രീധനം കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. സ്ത്രീധനം കൊടുക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല എന്നാണ് നിയമമൊക്കെ. പക്ഷേ കൊടുക്കലും വാങ്ങലൊക്കെ ആഭരണമായിട്ടും മറ്റ് വസ്തുപഹാരങ്ങളൊക്കെ ആയിട്ട് ധാരാളം കൊടുക്കലും വരവുകളൊക്കെ ധാരാളം ഇപ്പോഴും എത്ര സ്വർണത്തിന് വില കയറിയാലും അതൊന്നും മുടങ്ങാതെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പെൺകുട്ടികളെ ഈ വിവാഹം അങ്ങോട്ട് കഴിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് തരണം? പുരുഷധനം തരണം. അങ്ങനെ ഞങ്ങളുടെ സമ്പ്രദായം. അതിന് ശുൽക്കം എന്നാണ് പറയുക. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇതിനൊന്നും മഹർഷിക്ക് സാധിക്കില്ല, 10 പൈസയുടെ വകയില്ലാത്ത ആളല്ലേ, കാശൊന്നും തരാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങേക്ക് എന്താ വേണ്ടതേ ചോദിച്ചു. ശുൽക്കമായിട്ട് എന്താ വരേണ്ടത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ടത് 1000 കുതിരകളെ, ഒരു ചെവി വെളുത്ത കുതിരകളെ, അതിലൊരു ചെവി മാത്രം കറുത്ത 1000 കുതിരകളെയാണ് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു ശുൽക്കമായിട്ട്. എന്നാൽ എൻ്റെ മകളെ വിവാഹം കഴിച്ച് തരാൻ എനിക്ക് വിഷമമില്ല പറഞ്ഞു. അതും കേട്ടപ്പോൾ വേണ്ടാച്ച് വെച്ച് പോകുമെന്നാണ് രാജാവ് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞു, മഹർഷി പറഞ്ഞു, എനിക്കൊരു 3 ദിവസത്തെ അവധി വേണം കേട്ടോ എന്ന് പറഞ്ഞു. മഹർഷി നേരെ വരുണദേവൻ്റെ സമീപത്തേക്ക് വരുണാലയത്തിലേക്ക് അങ്ങോട്ട് പോയി. വരുണദേവൻ അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ പൂജിച്ച്, എന്താവോ അങ്ങയുടെ എഴുന്നള്ളത്തിൻ്റെ ആവശ്യം, എന്താ ആവശ്യപ്പെട്ടുള്ളൂ പറഞ്ഞു. എനിക്കിങ്ങനൊരു ആവശ്യമുണ്ട്, 1000 കുതിരകൾ വേണം. അവിടെ 1000 അല്ല, എത്ര 10,000 കണക്കിനുണ്ട്. അങ്ങക്ക് ഇഷ്ടമുള്ളത് ഏതാച്ചാൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 ദിവസത്തിൻ്റെ ഉള്ളിലെ 10,000 കുതിരകളെ പറഞ്ഞ പോലെ രാജാവിനാണ് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ രാജാവിന് ഒരു നിവൃത്തിയില്ലാതെ എന്താണ് കല്യാണം കഴിച്ചു കൊടുത്തു മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് രാജാവ് അങ്ങനെ കൊണ്ടുപോയി കാട്ടിലേക്ക് പോകുന്നല്ല ചെയ്തത്. നാട്ടിൽ തന്നെ രാജധാനിയിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഭാഗവതത്തിൽ ഈ കഥ പറയുന്നുണ്ട് കേട്ടോ. പരശുരാമൻ്റെ ചരിത്രം പറയുമ്പോൾ പരശുരാമൻ ബ്രാഹ്മണനായി ജനിച്ചിട്ടും ക്ഷത്രിയോചിതമായിട്ടുള്ള കർമ്മങ്ങളാണ് അനുഷ്ഠിച്ചത്. കാരണം കൊല, യുദ്ധം, അനവധി ആളുകളെ 28 വട്ടം ഈ ഭൂമിയിലുള്ള ദുഷ്ടരാജാക്കന്മാരെയൊക്കെ വധിച്ചിട്ടുണ്ട്. ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ക്ഷത്രിയോചിതമായ കർമ്മങ്ങൾ ബ്രാഹ്മണനായിട്ടും ചെയ്തു. അതേപോലെ വിശ്വാമിത്രൻ രാജാവായിട്ടും ബ്രാഹ്മണധർമ്മമാണ് അനുഷ്ഠിച്ചത്. അതിനുള്ള ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഈ ഹൃജീകൻ്റെ ഭാര്യ സത്യവതിയുടെ അമ്മ വിചാരിച്ചു, ഇദ്ദേഹം ദിവ്യനായിട്ടുള്ള ഒരാളാണല്ലോ, എൻ്റെ മകൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് ദിവ്യനായിട്ടൊരു പുത്രനുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് പുത്രന്മാരില്ലല്ലോ, ഒരു പുത്രനുമുണ്ടായാൽ തിരക്കടില്ല എന്നൊരാഗ്രഹമാണ്. അപ്പോൾ അമ്മ ഈ ആഗ്രഹം മകളോട് പറഞ്ഞു, മകൾ ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ശരി, നിങ്ങൾ 2 പേരും വിഷമിക്കേണ്ട, 2 പേർക്കും ദിവ്യന്മാരായിട്ടുള്ള അത്യത്ഭുത ശക്തിയുള്ള പുത്രന്മാരുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 കലശങ്ങളിൽ മന്ത്രപൂരിതമായിട്ടുള്ള ജലം വെച്ചിട്ടുണ്ട്. ഒന്നിൽ ബ്രാഹ്മണ തേജസ്സും ഒന്നിൽ ക്ഷത്രിയ തേജസ്സുമാണ് വെച്ചിരുന്നത്. ക്ഷത്രിയ തേജസ് ആർക്ക് വേണ്ടിയിട്ടാണ്? അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബ്രാഹ്മണ തേജസ് തൻ്റെ ഭാര്യയ്ക്ക് ദിവ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണനുണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മന്ത്രം ജപിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. മഹർഷി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അമ്മയും മകളും കൂടി അമ്മ ചോദിച്ചു മകളോട്, അമ്മയ്ക്കൊരു ചിന്ത, മകൾക്കുള്ള കലശത്തിലുള്ള ഇതിന് കുറച്ചും കൂടി ശക്തിയും ബലവും ദിവ്യത്വം ഉണ്ടാവും. അതുകൊണ്ട്
അത് ഇങ്ങോട്ട് കൊണ്ട എൻ്റെ നീ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം മകൾ വിരോധമില്ല അമ്മയെ എന്നാൽ അങ്ങനെ ആവാമെന്ന് പറഞ്ഞ അമ്മ എന്നെ മകൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും ആ കലശത്തിലുള്ള ആ മന്ത്രപൂരിതമായിട്ടുള്ള ഹവിസ്സ ജലം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷിച്ചു. മഹർഷി തിരിച്ചു വന്ന് നോക്കുമ്പോൾ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ വെച്ചിരുന്ന ആ മന്ത്രപൂരിതമായിട്ടുള്ള ജലം നിങ്ങൾ രണ്ടുപേരും മാറി ഭക്ഷിച്ചു അല്ലേ എന്ന് മഹർഷിക്ക് കണ്ടപ്പോൾ മനസ്സിലായി, വലിയ അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. ഞാൻ അമ്മയ്ക്ക് എന്താണ് ക്ഷത്രിയ തേജസ്സാണ് വെച്ചിരുന്നത്, മകളക്കോ ബ്രാഹ്മണ തേജസ്സുമാണ് എൻ്റെ ഭാര്യയ്ക്ക്. പക്ഷേ നിങ്ങളത് ചെയ്തുകൊണ്ട് ഇനി നേരെ വിപരീതമായിട്ടാണ് ഫലമുണ്ടാവുക. അമ്മയ്ക്കുണ്ടാകുന്ന മകൻ രാജാവുമായി തീരും, ബ്രാഹ്മണനുമായി തീരും. എൻ്റെ ഭാര്യയ്ക്കുണ്ടാകുന്ന പുത്രൻ ക്ഷത്രിയ വീര്യത്തോടും കൂടി ആയിത്തീരുമെന്ന് പറയുകയാണ്. അങ്ങനെ ഇനി എന്തെങ്കിലും പരിഹാരമുണ്ടോ ചോദിച്ചു. ഒരു പരിഹാരമില്ല, അനുഭവിക്കന്നെ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു കൊടുത്തു, സത്യവതിയിലുണ്ടാകുന്ന പുത്രൻ്റെ പുത്രനായിരിക്കും ആ കാര്യങ്ങൾ ബ്രാഹ്മണനായി ജനിച്ചിട്ടും ക്ഷത്രിയോചിതമായ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള പുത്രനാണ് വിശ്വാമിത്രൻ. ഗാദിക്കുണ്ടായിട്ടുള്ള പുത്രനാണ് ഗാദിനന്ദനായ കൗശികൻ വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രൻ പിന്നീട് എന്തു ചെയ്തു? അദ്ദേഹം അച്ഛന് ശേഷം രാജാധികാരമൊക്കെ കൈക്കൊണ്ടുകൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാക്കന്മാരുടെ വിനോദമാണ് നായാട്ട്. നായാടാൻ വേണ്ടി കാട്ടിലേക്ക് ചെന്നതാണ്. കാട്ടിൽ ചെന്നപ്പോൾ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു. വസിഷ്ഠ മഹർഷി അദ്ദേഹത്തെ രാജാവിനെയും പരിവാരങ്ങളെയും സ്വീകരിക്കുന്നു. തങ്ങൾക്ക് കൈവശമുള്ള കാമധേനുവിൻ്റെ അപാരമായ വൈഭവം കൊണ്ട് ആ കാട് മുഴുവൻ തന്നെ സ്വർഗസമാനമാക്കി രാജാവിനെയും പരിവാരത്തെയും സ്വീകരിക്കുന്നു. അപ്പോൾ ഈ കല്ലും മുള്ളും കാടും മേടും നിറഞ്ഞിട്ടുള്ള ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സുഖസൗകര്യങ്ങൾ ഉണ്ടായത് എന്ന് രാജാവ് ചോദിക്കണു. അപ്പോൾ വസിഷ്ഠൻ പറയണു, ഇതൊക്കെ കാമധേനുവിൻ്റെ വൈഭവമാണ്.